നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th മാത്സിലെ 3rd ചാപ്റ്ററായ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.3 ആണ്. അപ്പം എലിമിനേഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 4 സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x+y = 5 എന്നും അതുപോലെ 2x - 3y = 4 എന്നും രണ്ട് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കോഎഫിഷ്യൻ്റ് ഒരുപോലെ ആക്കാൻ നമുക്ക് നോക്കാം. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1ഉം ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആദ്യത്തെ ഇക്വേഷന് 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2x + 2y = 10 എന്ന് വരും. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് അതേപോലെ തന്നെ എഴുതാം, കാരണം അതിൻ്റെ കോഎഫിഷ്യൻ്റ് 2x. അപ്പോൾ നമുക്ക് സെയിം ആയി. അപ്പോൾ 2x - 3y = 4. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് 2x ഇത് 2x ആണ്. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എലിമിനേറ്റ് ആയി പോവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാത്തിൻ്റെ സൈൻ നമുക്ക് മാറ്റി കൊടുക്കാം. പ്ലസ് ഉള്ളത് മൈനസും മൈനസ് ഉള്ളത് പ്ലസ്സും ആക്കാം. അപ്പോൾ 2x - 2x 0 ആയി പോയി. 2y + 3y ആയി. അപ്പോൾ അവിടെ 5y. 10 - 4 6. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി, y = 6/5 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് കിട്ടി, 6/5. ഇനി ഈ വൈയുടെ വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം, കുറച്ച് സിമ്പിൾ ആണല്ലോ. അപ്പോൾ x + y എന്ന് പറയുന്നത് 6/5 = 5. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവിടെ എക്സിന് ഡിനോമിനേറ്റർ 1 ആണ്, 6ൻ്റെ ഡിനോമിനേറ്റർ 5 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് x = 5 - 6/5. ഈ 6/5നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി നമുക്കിവിടെ LCM എടുക്കാം. 5 5s are 25 - 6 / 5. x = 25 - 6 / 5. 25 - 6 എത്രയാണ്, 19. അപ്പോൾ 19/5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ് കിട്ടിയത്, 19/5ഉം വൈയുടെ വാല്യൂ 6/5 എന്നും കിട്ടി. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇക്വേഷൻസ് 3x + 4y = 10 തന്നിട്ടുണ്ട്. 2x - 2y = 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇക്വേഷൻ അവിടെ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നോക്കി, ഇവിടെ ഇത് 3xും ഇത് 2x പക്ഷെ വൈയുടെ നോക്കിയേ, ഇത് 4yയും ഇത് 2y അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ജസ്റ്റ് നമ്മളത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് അതേപോലെ തന്നെ എഴുതാം. 3x + 4y = 10. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് 4y ആവുമല്ലോ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 × 2 4x - 2 2s are 4y അതുപോലെ 2 2s are 4. ഇവിടെ നോക്കിയേ 4yയും ഇത് -4y. അപ്പം നമ്മളിവിടെ ആഡ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. ഒരേ സൈൻ ആണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം, ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്താൽ മതി. 3x + 4x എത്രയാണ്, 7x. 4yയും -4yയും 0 ആയിട്ട് പോവും. ദാറ്റ്സ് = 10 + 4 14. അപ്പോൾ x = 14. ഇതിവിടെ വരുമ്പോൾ എന്താവും, /7. 7ൽ 7 1 ടൈം, 14ൽ 7 2 ടൈംസ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ നമുക്ക് 2 കിട്ടി. ഈ വാല്യൂ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ എന്താണ്, 3x. അപ്പോൾ ഇവിടെ 3 × എക്സിൻ്റെ വാല്യൂ 2 + 4y = 10. 3 2s are 6. 6 + 4y = 10. അപ്പോൾ 4y = 10. ഈ 6 ഇങ്ങോട്ട് വരുമ്പോൾ -6 ആവും. അപ്പോൾ 10 - 6 എത്രയാണ്, 4. അപ്പോൾ 4y = 4. y = 4 / 4 അല്ലേ. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ /4. 4 / 4 എന്ന് പറയുന്നത് 1. അപ്പോൾ വൈയുടെ വാല്യൂ 1ഉം എക്സിൻ്റെ വാല്യൂ 2 എന്നും നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ഇക്വേഷനിലേക്ക് പോകാം. അടുത്ത സെറ്റ് ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത് 3x - 5y - 4 = 0. 9x = 2y + 7. അപ്പോൾ ആദ്യം നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം അല്ലേ. 3x - 5y = 4 എന്ന് എഴുതാം. ഇവിടെ 9x - 2y = 7. എക്സും വൈയും ലെഫ്റ്റ് സൈഡിലും നമ്പർ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് എഴുതാം. ഇനി ഇവിടെ നോക്കിയാൽ ഇത് 3xും ഇത് 9x ആണ്. അപ്പോൾ ഈ ആദ്യത്തെ ഇക്വേഷൻ ഒന്ന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി, 3 3s are 9. 9x - 3 5s are 15. 15y = 3 4s are 12.
രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് അതേപോലെ തന്നെ എഴുതാം. 9x - 2y = 7. അതിനൊന്നും ചെയ്യേണ്ട. നോക്കി, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് രണ്ടിൻ്റെയും സെയിം ആയി. ഇനി നമുക്കിത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്കിതിന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാത്തിൻ്റെയും സൈൻ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. 9x - 9x 0, -15y, ഇത് -2y എന്നുള്ളത് ഇപ്പോൾ പ്ലസ് ആയില്ലേ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ -13y = 12 - 7 എത്രയാണ്? 12 - 7 5. അപ്പോൾ y = 5 ഡിവൈഡഡ് ബൈ -13, അതായത് -5/13. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് -5/13 എന്ന് കിട്ടി. ഈ വാല്യൂ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 9x = 2y + 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 9x = 2 ഇൻറ്റു വൈയുടെ വാല്യൂ -5 ഡിവൈഡഡ് ബൈ 13 + 7 = 2 ഇൻറ്റു -5 -10 ഡിവൈഡഡ് ബൈ 13 + 7 = നമുക്കിവിടെ 13 LCM എടുക്കാം അല്ലേ. 13 × 7 91 ഡിവൈഡഡ് ബൈ 13 ദാറ്റ്സ് = -10 + 91 എത്രയാണ്? 81. അപ്പോൾ 81 ഡിവൈഡഡ് ബൈ 13. ഇനി നമുക്ക് x = 81 ഡിവൈഡഡ് ബൈ 9 ഇവിടെ താഴെ വരും അല്ലേ. 13 അവിടെ ഡിനോമിനേറ്ററിൽ വരും. 9 9 1 ടൈംസ്, 81 9 9 ടൈംസ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 9/13 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 9/13 വൈയുടെ വാല്യൂ -5/13 എന്നും കിട്ടി. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇതിൽ സോൾവ് ചെയ്യാനായിട്ടുള്ളത്. അതുകൂടി നമുക്ക് സോൾവ് ചെയ്യാം. അത് ഇക്വേഷൻ കുറച്ചൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ടുണ്ട്. x/2 + 2y/3 = -1 ആണ് ആദ്യത്തെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. x - y/3 = 3 എന്നാണ് രണ്ടാമത്തെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. ഇവിടെ നമുക്ക് എന്താ 2ഉം 3 ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ 6 നമുക്ക് LC ആയിട്ട് എടുക്കാം അല്ലേ. 2 3s are 6. അപ്പോൾ 6 വരുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഈ ഡിനോമിനേറ്ററിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3x ഇതിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4y ഡിവൈഡഡ് ബൈ 6 = -1. ഇനി 6നെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. 3x + 4y = -1 × 6 -6. ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി. രണ്ടാമത്തെ ഇക്വേഷനിലോ x - y/3 = 3 എന്നാണ്. അപ്പോൾ 3 നമുക്കിവിടെ LC എടുക്കാം. അപ്പോൾ 3x - y ഡിവൈഡഡ് ബൈ 3 = 3. അപ്പോൾ 3x - y = 3 3s are 9. അപ്പോൾ 3x - y = 9 എന്ന് കിട്ടി. അത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ഇനി നമുക്കിവിടെ നോക്കിയേ, ഇതും 3x ഇതും 3x. അപ്പോൾ പ്രത്യേകിച്ച് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ 3x + 4y = -6. 3x - y = 9. സബ്ട്രാക്ട് ചെയ്യുക. ഇതിൻ്റെ എല്ലാം സൈൻ മാറ്റി കൊടുക്കാം. ഇവിടെ മൈനസ് 3x - 3x 0. 4y + y 5y. -6 - 9 -15. അപ്പോൾ y = -15 ഡിവൈഡഡ് ബൈ 5. 5ൽ 5 1 ടൈംസ്, 15ൽ 5 3 ടൈംസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈയുടെ വാല്യൂ നമുക്ക് -3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ വൈയുടെ വാല്യൂ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ 3x + 4y = -6 ഏതിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 3x + 4 × -3 അല്ലേ. വൈയുടെ വാല്യൂ -3 ആണ്. ദാറ്റ്സ് = -6. അതായത് 3x - 4 × -3 എന്ന് പറയുമ്പോൾ -12 = -6. അപ്പോൾ 3x = -6. ഈ -12 ഇങ്ങോട്ട് വരുമ്പോൾ +12 ആവും. അപ്പോൾ -6 + 12 എത്രയാവും? 6 എന്നാവും. അപ്പോൾ 3x = 6. x = 6/3. 6/3 എന്ന് പറയുന്നത് എത്രയാണ്? 6ൽ 3 2 ടൈംസ്, 3ൽ 3 1 ടൈംസ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി. വൈയുടെ വാല്യൂ എന്തായിരുന്നു? -3. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലേ എലിമിനേഷൻ മെത്തേഡ്. നമ്മൾ ഇക്വേഷൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ ഒന്നും ജസ്റ്റ് അറേഞ്ച് ചെയ്ത് റെഡിയാക്കുക. പിന്നെ ഏതെങ്കിലും കോഎഫിഷ്യൻ്റ് എക്സിൻ്റെയോ വൈൻ്റെയോ കോഎഫിഷ്യൻ്റ് ഒരേപോലെ ആക്കുക. ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് സാധിക്കും. പിന്നെ ജസ്റ്റ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കുക സൈൻ വെച്ചിട്ട്. എന്നിട്ട് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ മറ്റേ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഇനി ഈ ഇക്വേഷനിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, സെക്കൻഡ് ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്